ബിഹൈൻഡ് മൂവ്മെന്റ് ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന അതിമനോഹരമായ സുന്ദരമായ ചാപ്റ്റർ അല്ലെ, ഒരു റൊമാൻറ്റിക് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ വളരെ വേഗത്തിൽ ഒറ്റ സ്ട്രക്ചറിൽ നമുക്ക് അടിപൊളിയായിട്ട് മിന്നിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. അതായത് ലോകത്തുള്ള എല്ലാ ജീവികൾക്കും എന്ത് സംഭവിക്കുന്നുണ്ട്, മൂവ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ചെറിയ ചെറിയ പാവപ്പെട്ടവരും ഒരു കോശം മാത്രമുള്ള ബാക്ടീരിയകൾക്ക് വരെ, സൂക്ഷ്മജീവികൾക്ക് വരെ, മൈക്രോ ഓർഗാനിസത്തിന് വരെ എന്ത് സംഭവിക്കുന്നുണ്ട്, മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബാക്ടീരിയക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഫ്ലജല്ലമാണ്. ആരാണ്? ഫ്ലജല്ലമാണ്. എന്നാൽ അമീബയെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയന്റെ മലയാളം എന്താണ്? കപടപാദം. അപ്പൊ അമീബയെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദം. ബാക്ടീരിയനാണെങ്കിൽ ഫ്ലജല്ലം. പിന്നെ പാരമീസിയത്തിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് സീലിയയാണ്. സീലിയ. പാരമീസിയത്തിൽ സി ഉണ്ട്, സീലിയയിലും എന്തുണ്ട്? സി ഉണ്ട്. അപ്പൊ പാരമീസിയം സി, സീലിയ സി, അങ്ങനെ ഓർത്തു വെക്കുക. പിന്നെ അടുത്തത് ഹൈഡ്രനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ടെൻഡക്കിൾ ആണ്. ആരാണ്? ടെൻഡക്കിൾ. ഇതായിരിക്കും ഹൈഡ്രന്റെ സ്ട്രക്ചർ. ഹൈഡ്രന്റെ മുകളിൽ എന്തുണ്ട്? മുള്ളംപന്നി പോലെ കുറെ സാധനങ്ങളുണ്ട്, മുള്ളംപന്നിന്റെ മുള്ളു പോലെ. ഓക്കെ, അതാണ് ടെൻഡക്കിൾ. ആ ടെൻഡക്കിളാണ് ഹൈഡ്രനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കും, ബാക്ടീരിയന്റെ ലോക്കോമോട്ടറി ഓർഗൻ ഫ്ലജല്ലം, അമീബയാണെങ്കിൽ സ്യൂഡോപോഡ് അല്ലെങ്കിൽ കപടപാദം, പാരമീസിയം സി, സീലിയ സി. പിന്നെ അതുപോലെ ഹൈഡ്രന്റെ എന്താണ്? ടെൻഡക്കിൾ. ഓക്കെ, ഇതാണ് മൈക്രോ ഓർഗാനിസത്തിലുള്ള മൂവ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെയെങ്കിൽ ബോഡി മൂവ്മെന്റ്സ് ഇൻ ഹ്യൂമൻസ്, മനുഷ്യ ശരീരത്തിലെ ചലനങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ചലനങ്ങൾ 5 ടൈപ്പാണ്. എത്ര ടൈപ്പാണ്? 5 ടൈപ്പ്. ഒന്ന് സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന ചലനം, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് അഥവാ കോശദ്രവ്യ ചലനം. 2 WBCകളില്ലേ, ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, അവർക്ക് സംഭവിക്കുന്ന മൂവ്മെന്റ്, അതാണ് സ്യൂഡോപോഡിയൽ മൂവ്മെന്റ് അല്ലെങ്കിൽ സ്യൂഡോപോഡിയൽ ചലനം. 3 ഫ്ലജല്ലാർ മൂവ്മെന്റ്, നമ്മളെ പുംബീജങ്ങൾ സ്പേംസിന് സംഭവിക്കുന്ന മൂവ്മെന്റ്. 4 സീലിയറി മൂവ്മെന്റ് അഥവാ സീലിയറി ചലനം, നമ്മുടെ ഓവത്തിന്, അണ്ടത്തിന് സംഭവിക്കുന്ന മൂവ്മെന്റ്. ആൻഡ് ലാസ്റ്റ് വൺ മസ്കുലാർ മൂവ്മെന്റ് അഥവാ പേശി ചലനം, നമ്മളെ ഓട്ടം, നടത്തം, ചാട്ടം, ഇരുത്തമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നീന്തല്, സൈക്ലോട്ടില്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഏത് മൂവ്മെന്റ് ആണ്? പേശി ചലനം അഥവാ മസ്കുലാർ മൂവ്മെന്റ്. അപ്പൊ 5 ടൈപ്പ് മൂവ്മെന്റ്: സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്, സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്, ഫ്ലജല്ലാർ മൂവ്മെന്റ്, സീലിയറി മൂവ്മെന്റ്, ആൻഡ് ലാസ്റ്റ് വൺ മസ്കുലാർ മൂവ്മെന്റ് അല്ലെങ്കിൽ പേശി ചലനം. ഓക്കെ, അപ്പൊ പേശി ചലനത്തിന് പ്രധാനമായിട്ടും ആരാണ് സഹായിക്കുന്നത്? മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ മസ്കുലാർ മൂവ്മെന്റിന് ആര് സഹായിക്കുന്നു? മസിൽ ടിഷ്യൂ സഹായിക്കുന്നു. പേശി ചലനത്തിന് ആര് സഹായിക്കുന്നു? പേശി കലകൾ സഹായിക്കുന്നു. ഈ പേശി കലകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇപ്പൊ എല്ലാ കലകളുടെയും പോലെ തന്നെ പേശി കലകളും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? പേശി കോശങ്ങൾ അല്ലെങ്കിൽ മസിൽ സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണോ പ്രത്യേകത? അതല്ല പ്രത്യേകത. ഈ മസിൽ സെൽസിന് വേറൊരു പ്രത്യേകത ഉണ്ട്. മസിൽ സെൽസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള എല്ലാ കോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മസിൽ സെൽസിൽ എന്തുണ്ട്? മൈക്രോ ഫിലമെന്റ്സുകളുണ്ട്. എന്തുണ്ട്? മോർ മൈക്രോ ഫിലമെന്റ്സുകളുണ്ട്. അതൊന്നും മറ്റുള്ള സാധാ നോർമൽ കോശങ്ങളിലില്ല. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? മസിൽ സെൽസിന് മാത്രമേ ഉള്ളൂ. മസിൽ സെൽസിന് മാത്രമുള്ള ഒരു പ്രത്യേക തരമായ ഒരു സ്ട്രക്ചറാണ് എന്ത്? മൈക്രോ ഫിലമെന്റ്സ്. ഈ മൈക്രോ ഫിലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മെയ്ഡ് ഓഫ് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. പ്രോട്ടീൻ തന്തുക്കൾ എന്ന് വേണമെങ്കിലും അതിനെ വിളിക്കാം. കാരണം പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് പ്രോട്ടീൻ തന്തുക്കൾ എന്ന് വേണമെങ്കിലും അതിനെ ജസ്റ്റ് ഒന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ മൈക്രോ ഫിലമെന്റ്സുകൾ അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അവരാരൊക്കെയെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെയാണ്. ആരൊക്കെയാണ് അവർ? ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞോളൂ. മൈക്രോ ഫിലമെന്റ്സ്, മസിൽ സെൽസിൽ കാണപ്പെടുന്ന 2 മൈക്രോ ഫിലമെന്റ്സ്, ആക്റ്റിൻ, മയോസിൻ. ആക്റ്റിൻ, മയോസിൻ, ആക്റ്റിൻ, മയോസിൻ. ഈ ആക്റ്റിന്റെയും മയോസിന്റെയും ചിത്രം പരീക്ഷയ്ക്ക് ചോദിക്കും. സോ നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഈ 2 അറ്റത്ത് കാണപ്പെടുന്ന ഈ നീല കളറുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് ആക്റ്റിൻ. മിഡിലിൽ കാണപ്പെടുന്ന ഈ ചുവപ്പ് കളറുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് മയോസിൻ. പരീക്ഷയ്ക്ക് അടയാളപ്പെടുത്താൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ നീല ചുവപ്പ് എന്ന് ഓർത്ത് വെച്ച് പോകരുത്. പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. അപ്പൊ ആകെ കുലുങ്ങും, പാറിപ്പൊട്ടും, പ്രശ്നമാണ്. അപ്പൊ ഒരു ഐഡിയോപരമാറ്റിക് ബുദ്ധി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ പിടിച്ചോളൂ സുഹൃത്തുക്കളെ. ഇതാ അറ്റത്തുള്ളതാരാണ്? ആക്റ്റിൻ. അറ്റത്തുള്ളതാരാണ്? ആക്റ്റിൻ. അറ്റത്തിന് ആക്റ്റിനും അങ്ങനെ ഓർത്ത് വെക്കുക. മിഡിലുള്ളതാരാണ്? മയോസിൻ. മിഡിലിന് എം, മയോസിനും എം, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ അറ്റത്തുള്ളത് ആക്റ്റിൻ, മിഡിലുള്ളതാര്? മയോസിൻ. സിമ്പിൾ അല്ലേ? ഓക്കെ, അത് കിട്ടി. അങ്ങനെയെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മസിൽസ്, 3 ടൈപ്പ് ഓഫ് മസിൽസ് ആണ്, 3 ടൈപ്പ് ഓഫ് പേശികളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്. സ്കെലിറ്റൽ മസിൽസ് പേരിൽ തന്നെ ഉണ്ട്. അത് എവിടെ ചേർന്ന് കാണപ്പെടുന്നു? സ്കെലിറ്റണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു, അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. എന്നാൽ സ്മൂത്ത് മസിൽസ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലായിരിക്കും. എവിടെയാണ് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉള്ളത്? ബോഡിയുടെ ഉൾഭാഗത്ത്. ബോഡിയുടെ ഉൾഭാഗത്തുള്ള ഓരോ ഓർഗൻസിലാണ്, ഇന്റേണൽ ഓർഗൻസിലാണ്, ആന്തരിക അവയവങ്ങളിലാണ്, ഹോളോ ഇന്റേണൽ ഓർഗൻസ്, പൊള്ളയായിട്ടുള്ള ആന്തര അവയവങ്ങളാണ് ആര് കാണപ്പെടുക? മൃദുല പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് കാണപ്പെടുക. പിന്നെ മൂന്നാമതാണ് എന്ത്? കാർഡിയാക് മസിൽസ് അല്ലെങ്കിൽ ഹൃദയപേശി. കാർഡിയാക് എന്നുള്ള വാക്ക് നിങ്ങൾ ജീവിതത്തിൽ എവിടെ കേട്ടാലും, ജീവിതത്തിൽ എവിടെ നിങ്ങൾ കാർഡിയാക് എന്നുള്ള ടേം കേട്ടാലും നിങ്ങൾ ഓർത്തു വെച്ചോളൂ സുഹൃത്തുക്കളെ, അത് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? ഹൃദയവുമായി ബന്ധപ്പെട്ട ടേം ആയിരിക്കും. അപ്പൊ കാർഡിയാക് മസിൽ അത് എവിടെയായിരിക്കും കാണപ്പെടുക? ഹൃദയത്തിലാണ് കാണപ്പെടുക. ഹൃദയത്തിന്റെ ഭിത്തിയിൽ. മസിൽസ് ഇൻ ദ വാൾസ് ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്നു. ഹൃദയത്തിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്നു. ഹൃദയ ഭിത്തിയിലെ പേശികളാണ് ഇത് ഹൃദയപേശി അഥവാ കാർഡിയാക് മസിൽസ്. ഇനി ഇതിന് ഓരോന്നിന്റെ സ്ട്രക്ചർ പഠിക്കാം. അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ
മസിൽസിന്റെ സ്ട്രക്ചർ എന്താണ്? നേരെ പോകുന്നു, സിലിണ്ടറിക്കൽ സ്ട്രക്ചർ. എന്നാൽ സ്മൂത്ത് മസിൽസിന്റെ സ്ട്രക്ചർ സ്പിൻഡിൽ ഷേപ്പ്. എന്ത് ഷേപ്പ്? സ്പിൻഡിൽ സ്പിൻഡിൽ സ്പിൻഡിൽ. അതൊരു ദുരന്തം പേരാണ്, പക്ഷെ പഠിച്ചു വെക്കണം. ഒന്നും ചെയ്യാല്ല, ദുആ ചെയ്യാ. സ്മൂത്ത് മസിൽസിന്റെ ഷേപ്പ് എന്താണ്? സ്പിൻഡിൽ ഷേപ്പ്. പിന്നെ ഹൃദയപേശിന്റെ ഷേപ്പ് എന്താണ്? അതും സിലിണ്ടറിക്കൽ ഷേപ്പാണ്. എന്താണ്? സിലിണ്ടറിക്കൽ ഷേപ്പാണ്. പിന്നെ സ്കെലറ്റൽ മസിൽസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സ്കെലറ്റൽ മസിൽസിന് ബ്രാഞ്ച് ഉണ്ടോ? നെഹി നെഹി. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോവാ ചെയ്യുന്നത്. സ്മൂത്ത് മസിൽസിന് ബ്രാഞ്ച് ഉണ്ടോ? നെഹി നെഹി. ഇതിങ്ങനെ ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും? ഇതാ ഇതിവിടെ എന്ത് ചെയ്യുന്നു, ഇതിവിടെ എന്ത് ചെയ്യുന്നു, ഇതിവിടെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കാർഡിയാക് മസിൽസ് നോക്കൂ സുഹൃത്തുക്കൾ, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ച് ഉണ്ട്, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ച് ഉണ്ട്, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ച് ഉണ്ട്. എന്ന് വെച്ചാൽ കാർഡിയാക് മസിൽസിന് ബ്രാഞ്ച് ഉണ്ട്, ശാഖകളുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ പോയിന്റും കിട്ടി. പിന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് അടുത്ത പോയിന്റ്, ഇതിനെന്തുണ്ട്? സ്ട്രയേഷൻസ് ഉണ്ട്. സ്കെലിറ്റൽ മസിൽസിന് എന്തുണ്ട്? കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്, സ്ട്രയേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാർഡിയാക് മസിൽസിനും എന്തുണ്ട്? കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്, സ്ട്രയേഷൻസ് കാണപ്പെടുന്നുണ്ട്. എന്നാൽ സ്മൂത്ത് മസിൽസ് നോക്കൂ സുഹൃത്തുക്കളെ, എന്തൊരു സ്മൂത്ത്, ഒരു സ്ട്രയേഷൻസും ഇല്ല, ഒരു വരകളും ഇല്ല. ഇനി വേണമെങ്കിൽ നമ്മൾ വരട്ടെടുക്കേണ്ടി വരും, അല്ലാതെ അതിന് വരകളൊന്നും ഇല്ല. അത് ഭയങ്കര സ്മൂത്ത് ആണ്, അതിന്റെ ചർമ്മം പോലെ. എന്തൊരു സ്മൂത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ മൃദുല പേശി എന്താണ്? അതിലെന്തില്ല? വരകളില്ല, സ്ട്രയേഷൻസ് ഇല്ല. പിന്നെ ഇതിന്റെ അടുത്തൊരു പ്രത്യേകതയാണെന്ത്? ഈ സ്കെലിറ്റൽ മസിൽസ് ഒരു വോളണ്ടറി മസിൽസ് ആണ്. അതായത് സ്കെലിറ്റൽ മസിൽസിന്റെ മൂവ്മെന്റുകളൊക്കെ നമ്മളെ കൺട്രോളിലുള്ള മൂവ്മെന്റുകളായിരിക്കും. എന്നാൽ സ്മൂത്ത് മസിൽസിന്റെയും കാർഡിയാക് മസിൽസ് ഒക്കെ എന്താണ്? ഇൻവോളണ്ടറി മസിൽസ് ആണ്. അതിന്റെ മൂവ്മെന്റ് ഒന്നും നമ്മളെ കൺട്രോളല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്മൂത്ത് മസിൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്റേണൽ ഓർഗൻസിലാണ് കാണപ്പെടുന്നത്. ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നമ്മളെ കൺട്രോളാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടാണോ ഇന്റേണൽ ഓർഗൻസ് പ്രവർത്തിക്കുന്നത്? അല്ല, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. ഇപ്പൊ കാർഡിയാക് മസിൽസ് അതും ഒരു ഇൻവോളണ്ടറി മസിൽസ് ആണ്. അത് എവിടെ കാണപ്പെടുന്നത്? ഹൃദയത്തിൽ. ഹൃദയം നമ്മൾ പറയുമ്പോഴാണ് മിടിക്കുന്നത്? അല്ല, ഹൃദയം ഓട്ടോമാറ്റിക്കലി ഹൃദയം അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയണേ, ഹൃദയമേ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ, അങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പൊ കാലാകാലം റെസ്റ്റ് വെക്കാനും മരിച്ചാണ് പോകും. അപ്പൊ അതൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ്, ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും, നമ്മളെ കൺട്രോളല്ല. അതാണ് ഇൻവോളണ്ടറി മസിൽസ്. എന്നാൽ വോളണ്ടറി മസിൽസ്, ഇപ്പൊ എന്റെ കൈയിന്റെ ചലനം, ഇതാ ഞാൻ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ഇങ്ങനെ കൈ ചലിപ്പിക്കാം, കാല് ചലിപ്പിക്കാം, മൂടി ചലിപ്പിക്കാം, തല ചലിപ്പിക്കാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വോളണ്ടറി മസിൽസുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. ഓക്കെ, അപ്പൊ സ്കെലിറ്റൽ മസിൽസ് എന്താണ്? ഒരു വോളണ്ടറി മസിൽസ് ആണ്. അതേസമയം സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ മൃദുല പേശി, അതുപോലെ തന്നെ കാർഡിയാക് മസിൽസ് അല്ലെങ്കിൽ ഹൃദയപേശി ഒക്കെ എന്താണ്? ഇൻവോളണ്ടറി മസിൽസ് ആണ്, അനൈച്ഛിക പേശികളാണ്. പിന്നെ അടുത്തത് മനുഷ്യ അസ്ഥികൂടം, ഹ്യൂമൻ സ്കെലിറ്റൺ. ഹ്യൂമൻ സ്കെലിറ്റൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹ്യൂമൻ സ്കെലിറ്റൺ 2 ടൈപ്പാണ്. ഒന്ന് ആക്സിയൽ സ്കെലിറ്റണും 2 അപ്പൻഡിക്കുലർ സ്കെലിറ്റണും. അതായത് ഒരു ആക്സിസ് ഇങ്ങനെ വരച്ചു, കേന്ദ്ര അക്ഷം ഇങ്ങനെ വരച്ചു, ഇതിൽ കൂടെ ഒരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ വരയിൽ ഉൾപ്പെടുന്ന എല്ലുകൾ ഏതൊക്കെയാണോ അതാണ് എവിടെ ഉണ്ടാവുക? ആക്സിയൽ സ്കെലിറ്റണിൽ ഉണ്ടാവുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബോൺ സീൻ ഇൻ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി. എന്നാൽ ആ സെൻട്രൽ ആക്സിസിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ആ സെൻട്രൽ ആക്സിസിലേക്ക് കണക്ട് ചെയ്യുന്ന കൈന്റെ എവിടെ നിന്നിട്ടുള്ള എല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഈ സെൻട്രൽ ഇല്ല. ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന എല്ലുകളാണ്. അവരാണ് എവിടെ പെടുക? അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥികൂടത്തിൽ പെടുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോൺസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ ആക്സിസ്. ഇനി ഇതാ ഓരോന്നിന്റെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ പഠിക്കണം. ഒന്ന് സ്കള്ളിൽ അഥവാ തലയോട്ടി, കള്ളല്ല സ്കള്ള്, തലയോട്ടിയിൽ 29 എല്ലുണ്ട്. പിന്നെ അടുത്തത് റിബ്സ്, വാരിയല് എത്ര എല്ലുണ്ട്? 24 എല്ല്. ഇനി വെർട്ടിബ്രൽ കോളം, നട്ടെല്ല് 26 എല്ല്. സ്റ്റേണം അഥവാ മാറല് സിംഗിൾ ആണ്, ഒറ്റ എല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ പെക്ടോറൽ ഗേർഡിലും പെൽവിക് ഗേർഡിലും ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ്. ഫോർ ലിംബ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈകൾ കൈന്റെ ഇവിടെ നിന്നിട്ട് 30, ഇവിടെ നിന്നിട്ട് 30, ടോട്ടൽ 60. അതുപോലെ തന്നെ ഒരു കാലിൽ 30, മറ്റേ കാലിൽ 30, ടോട്ടൽ 60. പിന്നെ അടുത്തത് പെക്ടോറൽ ഗേർഡിൽ എന്ന് പറഞ്ഞാൽ തോൾ വലയം. തോളിതാ ഈ ഷോൾഡറിൽ 2, ഈ ഷോൾഡറിലും 2, അപ്പൊ ടോട്ടൽ 4. പിന്നെ അടുത്തത് ഏതാണ്? പെൽവിക് ഗേർഡിൽ എന്ന് പറഞ്ഞാൽ ശ്രോണി വലയം, അതായത് നമ്മൾ ഹിപ്പ് ജോയിന്റ്, കാലിന്റെ ബെൽറ്റ് കെട്ടുന്ന ഈ ഭാഗം, ഇവിടെ ഒന്ന്, അപ്പൊ ടോട്ടൽ 2. ഇതെന്ത് വലയം? ശ്രോണി വലയം. മറ്റേത് തോൾ വലയം. ഓക്കെ അല്ലേ? അപ്പൊ അതും ജസ്റ്റ് കിട്ടി. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ബോൺ ആണ്. ബോണിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ബോണിന് എന്തുണ്ട്? നല്ല കട്ടിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ കാൽഷ്യം ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, കൊളാജൻ പ്രോട്ടീൻ ഉണ്ട്, ലവണങ്ങളൊക്കെ ഉണ്ട്. ഈ കാൽഷ്യവും ഫോസ്ഫേറ്റും കൊളാജൻ പ്രോട്ടീനും ലവണങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ബോൺസിന് നല്ല കട്ടി കൊടുക്കുന്നത്. പിന്നെ ബോൺസിന്റെ ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? പെരിയോസ്റ്റിയം. എന്താണ് പേര്? പെരിയോസ്റ്റിയം. ബോൺസിന്റെ ചുറ്റുമുള്ള കവറിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? പെരിയോസ്റ്റിയം. ഹൃദയത്തിന് ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്, അതായത് പെരികാർഡിയം. ഇത് പെരിയോസ്റ്റിയം. ഓക്കെ. പിന്നെ ബോൺസിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കോശമുണ്ട്, അവനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. എന്താണ് പേര്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. ഇത് രണ്ടും പഠിച്ചു വെക്കണം. ബോൺസിന്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേര് പെരിയോസ്റ്റിയം, ബോൺസിൽ കാണപ്പെടുന്ന സെൽസിനെ വിളിക്കുന്ന പേര് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസുകൾ. ഓക്കെ.
ഇനി നെക്സ്റ്റ് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി, അതായത് ബോൺസിന്റെ അത്ര കട്ടിയില്ലാത്ത, ബോൺസിനേക്കാൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണ് ആര്? കാർട്ടിലേജ്. നമ്മൾ കോഴി പീസൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിൽ ഒരു വെള്ള ഭാഗം ഉണ്ടാവും, അതാണ് കാർട്ടിലേജ്. അത് ആക്ച്വലി എന്തിനാന്ന് ചോദിച്ചാൽ അതിന്റെ ഇടയിലുള്ള രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഫ്രിക്ഷൻ കുറക്കാനാണ്, ഘർഷണം. അതായത് രണ്ട് എല്ലുകൾ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു തട്ടലും മുട്ടലും ഒരസലും പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവിടെയുള്ള ഫ്രിക്ഷൻ ഘർഷണം കുറവാക്കാനാണ് എന്തുള്ളത്? കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി ഉള്ളത്. ഇത് എവിടെയൊക്കെ കാണപ്പെടുന്നു ചോദിച്ചാൽ ഇത് കുറേ സ്ഥലത്ത് കാണപ്പെടും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രം എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെക്കാം. ഒന്ന് എൽബോയിൽ കാണപ്പെടും, കൈമുട്ട്. പിന്നെ നീ, നമ്മളെ കാൽമുട്ടിൽ കാണപ്പെടും. പിന്നെ ആംഗിളിൽ കാണപ്പെടും, റിബ്സിൽ കാണപ്പെടും, വെർട്ടിബ്രയിൽ കാണപ്പെടും, അതൊക്കെ കാണപ്പെടും. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ കാൽമുട്ട് ഓർത്ത് വെച്ചാൽ മതി. രണ്ട് മുട്ട് എടുക്കുക, കാൽമുട്ട്, അവിടെ എന്ത് കാണപ്പെടും? കാർട്ടിലേജ് കാണപ്പെടും. പിന്നെ ഇതാ ഈ ചെവിക്കുടയിൽ എന്ത് കാണപ്പെടും? കാർട്ടിലേജ് കാണപ്പെടും. പിന്നെ ടിപ്പ് ഓഫ് ദ നോസ്, മൂക്കിന്റെ അറ്റത്തും എന്ത് കാണപ്പെടും? കാർട്ടിലേജ് കാണപ്പെടും. അപ്പൊ മൂക്കിന്റെ അറ്റത്ത്, ചെവിക്കുടയില്, പിന്നെ കാൽമുട്ട് ഇവിടെ കാണപ്പെടും കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി കാണപ്പെടും. ഇതാണ് കാർട്ടിലേജ്. ഓക്കെ അല്ലേ? യെസ്. പിന്നുള്ളത് ജോയിന്റുകളാണ്. ജോയിന്റുകൾ എത്ര ടൈപ്പാണ് സുഹൃത്തുക്കളെ? ജോയിന്റുകൾ എത്ര ടൈപ്പാണെന്ന് ചോദിച്ചാൽ ജോയിന്റുകൾ 4 ടൈപ്പാണ്. എത്ര ടൈപ്പാണ്? 4 ടൈപ്പ്. ജോയിന്റുകൾ എത്ര ടൈപ്പാണ്? 4 ടൈപ്പാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിവറ്റ് ജോയിന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്. പിവറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, ഗ്ലൈഡിംഗ് ജോയിന്റ്. പിവറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, ഗ്ലൈഡിംഗ് ജോയിന്റ്. കീലവിജ ഗോളത്തെന്നി അങ്ങനെ ഓർത്ത് വെക്കുക. കീലവിജ ഗോളത്തെന്നി. അപ്പൊ കീലസന്ധി, വിജാഗിരി സന്ധി, ഗോളര സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. അത് തെന്നി നീങ്ങുന്ന സന്ധി ഒരു തെന്നി നീങ്ങുന്ന തരത്തിലായിരിക്കും അതിന്റെ മൂവ്മെന്റ്. ഗ്ലൈഡിംഗിലേക്ക് മൂവ്മെന്റ്, ഒരു റൊമാൻറ്റിക് മൂവ്മെന്റ്, ചെറിയൊരു മൂവ്മെന്റ് ആയിരിക്കും. ആംഗിളിലും റിസ്റ്റിലും കൈക്കുഴയിലും കാൽക്കുഴയിലാണ് കാണപ്പെടുക. പിന്നെ ഹിഞ്ച് ജോയിന്റ് അത് എൽബോയിലാണ് കാണപ്പെടുക. കൈമുട്ട്, കാൽമുട്ട്, മൂവ്മെന്റ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ. ഇത് ഇങ്ങോട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് താഴോട്ട് മൂവിപ്പിക്കാൻ പറ്റുമോ? ഇത് ഇങ്ങോട്ട് പറ്റും, അല്ലാതെ ഇങ്ങനെ ഒരു രസത്തിന് താഴോട്ട് നോ ചിന്തിക്കാനേ പറ്റുന്നില്ല. ഓക്കെ. പിന്നെ അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഗോളർ സന്ധി. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഇൻ ഓൾ ഡിറക്ഷനാ, ഏത് ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം, എങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉദാഹരണം എന്താണ്? ഷോൾഡർ ജോയിന്റ്. പിന്നെ പിവറ്റ് ജോയിന്റ്, കീലസന്ധി, അതെന്താണ്? ഇവിടെയാണ് കാണപ്പെടാം. നമ്മൾ സ്കള്ള് ഫസ്റ്റ് വെർട്ടിബ്രയുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈഡ് ടു സൈഡ് മൂവ്മെന്റ്. ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാം, ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം. സൈഡ് ടു സൈഡ് മൂവ്മെന്റ്, ഇരുവശങ്ങളിലേക്കുമുള്ള ചലനം സാധ്യമാക്കുന്നു. അപ്പൊ എത്ര ടൈപ്പ് ജോയിന്റ് ഉണ്ട്? 4 ടൈപ്പ് ജോയിന്റ് ഉണ്ട്. ഓക്കെ. ഇനി ഡൈവേഴ്സിറ്റി ഇൻ സ്ട്രക്ചറൽ ഫ്രെയിംവർക്കാ. സ്ട്രക്ചറൽ ഫ്രെയിംവർക്കിലുള്ള ഡൈവേഴ്സിറ്റി 3 ടൈപ്പ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഉള്ളത്. 1 എക്സോസ്കെലിട്ടൺ, 2 എൻഡോസ്കെലിട്ടൺ, 3 ഹൈഡ്രോസ്കെലിട്ടൺ. എക്സോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ അസ്ഥികൂടം എവിടെയായിരിക്കും? ബോഡിക്ക് പുറത്തായിരിക്കും. പാറ്റ, പ്രാണി, തുമ്പി, പുൽച്ചാടി, ഞണ്ട്, കക്ക, ചിപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എക്സോസ്കെലിട്ടൺ ഉദാഹരണം. ഓക്കെ. ഈ എക്സോസ്കെലിട്ടണിലെ ഞണ്ട്, കക്ക, ചിപ്പി അതിന്റെ അസ്ഥികൂടൊക്കെ നല്ല കട്ടി ഉണ്ടാവും. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ കാൽഷ്യം കാർബണേറ്റ് ആണ്, കാൽഷ്യം കാർബണേറ്റ്. എന്നാൽ ഈ പുൽച്ചാടിന്റെ ഒന്നും അത്ര കട്ടി ഉണ്ടാവില്ല, ബിക്കോസ് കൈറ്റിനാണ്. അത് കൈറ്റിന് കൊണ്ട് ഉണ്ടാക്കുന്നതും മറ്റേത് കാൽഷ്യം കാർബണേറ്റ്, കാക്കോത്രി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ എൻഡോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മളെ അസ്ഥികൂടം, അതായത് അസ്ഥികൂടം ബോഡിന്റെ ഉള്ളിലായിരിക്കും. മനുഷ്യൻ, പട്ടി, പൂച്ച, ആന, കുതിര ഒക്കെ അങ്ങനെയാണ്. ഓക്കെ. പിന്നെ ഹൈഡ്രോസ്കെലിട്ടൺ, അതായത് ഹൈഡ്രോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വാട്ടർ എന്നാണ് മീനിങ്. അതായത് അവരുടെ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ ഫുള്ള് അവരുടെ ബോഡിന്റെ ഉള്ളിൽ ഫുള്ള് ഫ്ലൂയിഡ് ആയിരിക്കും. ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ള കുറെ ചേമ്പറുകൾ ഉണ്ടാവും. അതിന് ഉദാഹരണമാരാണ് ഹൈഡ്ര അതിനൊരു ഉദാഹരണമാണ്. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് മണ്ണിര അല്ലെങ്കിൽ എർത്ത് വേം. ഓക്കെ. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ഡിസീസസ്, കോസസ്, സിംറ്റംസ്. പ്രധാനമായിട്ടും 4 ഡിസീസ് ആണുള്ളത്. 1 ഓസ്റ്റിയോപൊറോസിസ്, 2 റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, 3 മസ്കുലാർ ഡിസ്ട്രോഫി, 4 സ്പ്രെയിന്. ഓസ്റ്റിയോപൊറോസിസ് പേരിലുണ്ട് പൊറോസിസ്, സ്പോർസ് എന്ന് പറഞ്ഞാൽ ഓട്ടകൾ, സുഷിരങ്ങൾ. അതായത് ബോൺസിൽ എന്ത് വരുന്നു? പോർസുകൾ വരുന്നു, ഓട്ടകൾ വരുന്നു, സുഷിരങ്ങൾ വരുന്നു. ആ ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, വിറ്റാമിൻ ഡി, പ്രോട്ടീൻ. കാൽഷ്യം, വിറ്റാമിൻ ഡി, പ്രോട്ടീൻ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ. രണ്ടാമതാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലുള്ള പ്രതിരോധ കോശങ്ങളുണ്ടല്ലോ, അവർ കാരണം തന്നെ നമുക്ക് രോഗം ഉണ്ടാവും. ശരിക്കും അവരെന്താണ്? രോഗങ്ങളെ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവർ കാരണം എന്ത് ചെയ്യുന്നു? അവർ ഓവറായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് ചില രോഗങ്ങൾ ഉണ്ടാക്കി തരുന്നു. അതാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. പ്രതിരോധ കോശങ്ങൾ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ കുറക്കാനൊന്നും ആ ഒരു ജോയിന്റിന്റെ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ ജോയിന്റിൽ, സന്ധികളിൽ ഭയങ്കര എന്തുണ്ടാവും? പെയിൻ ഉണ്ടാവും, സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ. ഇതൊരു ഇമ്മ്യൂൺ
സിസ്റ്റത്തിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഇത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ മസ്കുലർ ഡിസ്ട്രോഫി പേരിൽ തന്നെ ഉണ്ട്. മസിൽസിന് എന്തോ പ്രശ്നം സംഭവിക്കുക, മസിൽസ് ബിക്കം വീക്ക് ആവുക, മസിൽസ് മൊത്തത്തിൽ ഡാമേജ് ആവുക. ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദ ജീൻസ്, ജീനുകളിൽ തകരാറ് സംഭവിക്കുക. എന്തിൽ സംഭവിക്കുക? ജീനുകളിൽ തകരാറ് സംഭവിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ജീനുകളിൽ തകരാറ് സംഭവിക്കുന്ന രോഗം പരീക്ഷയ്ക്ക് മേ ബി ചോദിക്കാം, മസ്കുലർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ പേശിക്ഷയം. പിന്നെ സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വട്ടം പറഞ്ഞെന്താണ്, ലിഗമെന്റുകൾ സ്ട്രെച്ചിങ്ങോ ബ്രേക്കിങ്ങോ സംഭവിച്ചു കഴിഞ്ഞാൽ, ലിഗമെന്റ് വലിയുകയോ പൊട്ടുകയോ ചെയ്താലാണ് എന്തുണ്ടാവുക? ഉളുക്കുണ്ടാവുക. നിങ്ങൾക്ക് കാലുളുക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? എൻ്റെ ലിഗമെന്റിന് സ്ട്രെച്ചിങ്ങോ ബ്രേക്കിങ്ങോ സംഭവിച്ചു എന്ന് പറയണം. ഓക്കെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നല്ല വേദന ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ്, വീക്ക് ഉണ്ടാവും, പിന്നെ ബ്രൂയിസസ്, ചതവുണ്ടാവും, ആ ഭാഗം മൂവ് ചെയ്യിപ്പിക്കാൻ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് പ്ലാൻ മൂവ്മെന്റ്സ് ആണ്. പ്ലാൻ മൂവ്മെന്റ്സ് രണ്ട് ടൈപ്പാണ്, ട്രോപ്പിക് മൂവ്മെന്റും നാസ്റ്റിക് മൂവ്മെന്റും. ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആണ്, സ്റ്റിമുലസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. അതായത് ഉദ്ദീപന ദിശക്ക് അനുസരിച്ചുള്ള ചലനമായിരിക്കും ട്രോപ്പിക ചലനം. എന്നാൽ ഉദ്ദീപന ദിശക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനമാണ് എന്ത്? നാസ്തിക ചലനം. അതായത് മൂവ്മെന്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്, സ്റ്റിമുലസുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പൊ ബന്ധമുള്ളവൻ ടോപ്പാണ്, ഉഷാറാണ്, അടിപൊളിയാണ്, ഗുഡാണ്, നല്ല അനുസരണയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് അത് ട്രോപ്പിക് മൂവ്മെന്റ് ഓൺ ടോപ്പാ. പക്ഷെ ബന്ധമില്ലാത്തവൻ ഒരു ദുഷ്ടാൻ അവൻ എന്ത് മൂവ്മെന്റ്? നാസ്റ്റിക് മൂവ്മെന്റ്. എന്ത് മൂവ്മെന്റ്? നാസ്റ്റിക് മൂവ്മെന്റ്. ഓക്കെ, ഇനി ട്രോപ്പിക് മൂവ്മെന്റ് 5 ടൈപ്പാണ്. ഓക്കെ, കാരണം എന്താ? 5 ടൈപ്പ് മീൻസ് സ്റ്റിമുലസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അത് എത്ര ടൈപ്പ്? 5 ടൈപ്പ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫോട്ടോട്രോപ്പിസം പ്രകാശട്രോപിക ചലനം, ഹൈഡ്രോട്രോപ്പിസം ജലട്രോപിക ചലനം, കീമോട്രോപ്പിസം രാസട്രോപിക ചലനം, പിന്നെ ജിയോട്രോപ്പിസം ഭൂഗുരുത്വ ട്രോപിക ചലനം, ആൻഡ് ലാസ്റ്റ് വൺ ഹാപ്റ്റോട്രോപ്പിസം അല്ലെങ്കിൽ സ്പർശട്രോപിക ചലനം. ഫോട്ടോട്രോപ്പിസത്തിലെ സ്റ്റിമുലസ് ഏതാണ്? ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം. ഹൈഡ്രോട്രോപ്പിസത്തിലെ സ്റ്റിമുലസ് ഏതാണ്? H2O അല്ലെങ്കിൽ വാട്ടർ. ജിയോട്രോപ്പിസത്തിലെ ഭൂഗുരുത്വ ട്രോപിക ചലനത്തിലെ സ്റ്റിമുലസ് ഏതാണ്? ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണം. പിന്നെ സ്പർശട്രോപികത്തിൽ എന്താണ്? ടച്ച് അല്ലെങ്കിൽ സ്പർശം. ഓക്കെ, പിന്നെ കീമോട്രോപ്പിസത്തിൽ എന്താണ്? കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കളാണ് എന്ത്? ഉദ്ദീപനം. ഓക്കെ, പിന്നെ ലാസ്റ്റ് നാസ്റ്റിക് മൂവ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഉദ്ദീപനത്തിനനുസരിച്ച് യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല. അതിന് ഉദാഹരണമാണ് ഇത് ടച്ച് മീ നോട്ട് പ്ലാന്റ് അഥവാ തൊട്ടാവാടിയുടെ ചലനം. തൊട്ടാവാടി നമ്മൾ ഇവിടുന്ന് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് വാടാം. ഞങ്ങട്ട് തന്നെ വേണ്ട നിർബന്ധമുണ്ടോ? ഇല്ല. അത് ഇവിടുന്ന് തൊട്ടാൽ ഇങ്ങോട്ട് വാടാം, 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 എങ്ങോട്ടും വാടാം. നമ്മൾ തൊടുന്നതിനനുസരിച്ചൊന്നല്ല അതിന്റെ വാട്ടം. അത് അവനക്ക് തോന്നിയ പോലെ രീതിയിൽ എന്ത് ചെയ്യും? അത് വാടും. അതാണെന്ത്? അതാണ് നാസ്റ്റിക് മൂവ്മെന്റ്. മൂവ്മെന്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദി ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്, സ്റ്റിമുലസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഉദ്ദീപന ദിശക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനം, അതാണ് നാസ്റ്റിക് മൂവ്മെന്റ്. സോ ഈ ഒരു ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയൊരു സമയം കൊണ്ട് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് നേരെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവരെല്ലാവരും പഠിക്കട്ടെ. ഇതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് A to Z കറക്റ്റ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പവർ ആക്കിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ടു മച്ച് മോർ ആക്കിയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ലൈവിലേക്ക് കൃത്യസമയത്തിന് എത്തിച്ചേരുക. എന്നിട്ട് ലൈവിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് 40 മാർക്കൊക്കെ പുഷ്പം പോലെ നേടിയെടുക്കാം. അത്ര ഒന്നുമില്ലെങ്കിലും ഒരു 40 35 ഒക്കെ എന്ത് ചെയ്യാം? എന്തായാലും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, 40 നമുക്ക് വാശിയൊന്നുമില്ല. 35 കിട്ടിയാൽ A+ ആണല്ലോ. 35 എങ്ങനെയും എന്ത് ചെയ്യണം? വാങ്ങിക്കണം. അത് നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. നമ്മളെന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അങ്ങനെ തുമ്മിയ ധരിക്കണം, മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം, മാത്രമേ ഉള്ളൂ. അടുത്തത് പിടിക്കണം. ഓക്കെ, യെസ്, പവർ മൂഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നന്ദി നമസ്കാരം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.